ഹരി ഓം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ത്രിമൂർത്തി സ്തുതിയെക്കുറിച്ചാണ്. സനാതന ധർമ്മത്തിൻ്റെ ആധാരം എന്ന് പറയുന്നത് വേദങ്ങളാണ്. വേദത്തിൽ നമ്മൾ കാണുന്നത് മുഴുവൻ മന്ത്രങ്ങളാണ്. മനനം ചെയ്യുന്നവനെ രക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവയെ മന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് ഈ മന്ത്രങ്ങളുടെ അർത്ഥത്തെ സൂക്ഷ്മമായി നമ്മൾ ഗ്രഹിച്ചാൽ നമുക്കൊരു അറിവ് കിട്ടും. ആ അറിവ് നമുക്ക് എല്ലാവിധ രക്ഷയും പ്രദാനം ചെയ്യും. അറിവ് എന്ന അർത്ഥത്തിലാണ് വേദം എന്ന പദം ഉപയോഗിക്കപ്പെടുന്നത്. അപ്പോൾ വേദങ്ങൾ എന്നിവയെ വിളിക്കാൻ കാരണം ഇവയെല്ലാം നമുക്ക് അറിവിനെയാണ് നൽകുന്നത്. പല പ്രകാരത്തിലുള്ള അറിവാണോ എന്ന് ചോദിച്ചാൽ പല പ്രകാരത്തിൽ ഒരേ അറിവിനെയാണ് ഇത് നൽകുന്നത്. ഈ അറിവ് ആദ്യം അനുഭവിച്ചവരെയാണ് നമ്മൾ മഹർഷീശ്വരന്മാരെന്ന് വിളിക്കുന്നത്. അതായത് ശരീരം, മനസ്സ്, ബുദ്ധി ഇവയോടുള്ള ബോധത്തിൻ്റെ താതാത്മ്യത്തെ ഉപേക്ഷിച്ച് ബോധത്തെ അതിൻ്റെ പരിശുദ്ധവും പരിപൂർണവുമായ ഭാവത്തിൽ അനുഭവിച്ചവരാണ് മഹർഷീശ്വരന്മാർ. അവരുടെ ഈ അനുഭൂതിയിൽ അവർ ഗ്രഹിച്ചു, ഇതാണ് പരമാർത്ഥം. ഒരു കാലത്തും നാശമില്ലാത്ത വസ്തു ഈ ശുദ്ധമായ ബോധമാണ്, ഈ ചൈതന്യമാണ്. ഇതിനെ അവർ സത് എന്ന് വിളിച്ചു. സത് എന്നാൽ ഉന്മ. ഇതാണ് ഉന്മ. ബാക്കി എല്ലാത്തിനും ഉന്മ നൽകുന്നത് ഇതാണ്. ബാക്കിയെല്ലാം നശിക്കുന്നതാണെങ്കിലും ഇത് നശിക്കാതെ ശേഷിക്കും. ഈ ഒരു അറിവ് അവർക്ക് കിട്ടി. അപ്പോൾ അവർക്ക് രക്ഷ കിട്ടി. ജനനത്തിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷ കിട്ടി. കാരണം താൻ ജനിക്കുന്നവനുമല്ല മരിക്കുന്നവനുമല്ല, ഏകവും അദ്വിതീയവുമായ പൊരുളാണ്. ഈ ഒരു പൊരുളിനെ അവർ ഈശ്വരൻ എന്നും ബ്രഹ്മമെന്നും ഒക്കെ വിളിച്ചു. എന്നിട്ട് പല പേരുകളിൽ വർണ്ണിച്ചുകൊണ്ട് ഇതിൻ്റെ രഹസ്യത്തെ വാക്കിലേക്ക് ആവാഹിക്കാനായിട്ട് അവർ ശ്രമിച്ചു. അങ്ങനെയാണ് മന്ത്രങ്ങൾ രൂപപ്പെട്ടത്. അതുകൊണ്ട് ഋഷികളെ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് വിളിക്കുന്നു. അവർ പല പ്രകാരത്തിൽ ഈ ഒരേ അറിവിനെ പ്രദാനം ചെയ്യാൻ ശ്രമിച്ചതുകൊണ്ട് പല ഭാവങ്ങൾ വേദങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ ഇവയെല്ലാം ഒരേ വസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് എന്ന രഹസ്യവും വേദത്തിൽ തന്നെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നൊരു മന്ത്രം ഋഗ്വേദത്തിലുണ്ട്. ഉള്ളത് ഒന്ന് മാത്രമാണ്. അതിനെ അറിവുള്ളവർ പല പ്രകാരത്തിൽ വർണ്ണിക്കുന്നു. അപ്പോൾ ഏകവും അദ്വിതീയവുമായ സത്യത്തെയാണ് വേദം വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ അതിനെ ഗ്രഹിക്കാൻ ആ ഒരു തലത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സാധിക്കാത്ത ആൾക്കാർക്ക് പല ദേവതകളെ കാണാനാണ് വേദങ്ങളിൽ സാധിച്ചത്. അപ്പോൾ ഇതെല്ലാം പലതാണ് എന്നവർ തെറ്റിദ്ധരിച്ചു. ഈ ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കിയ മഹർഷി വേദവ്യാസർ, അദ്ദേഹം വേദത്തെ വ്യസിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസർ എന്ന പേര് കിട്ടിയത്. അദ്ദേഹം പുരാണങ്ങളെ രചിച്ചു. പുരാണങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി രചിക്കപ്പെട്ടതാണ്. പുരാ അഭിനവം എന്നാണ് അതിന് അർത്ഥം പറയുക. പണ്ടേ ഉള്ളതാണെങ്കിലും അത് എപ്പോഴും പുതുതായി തന്നെ ശോഭിക്കുന്നു. എല്ലാ കാലത്തും അത് പുതുതായി ശോഭിക്കുന്നു. എന്തുകൊണ്ടാണ് പുതുതായി ശോഭിക്കുന്നത്? അതിൽ പറയപ്പെടുന്ന വസ്തു നിത്യവസ്തുവാണ്. അതിൻ്റെ സാരം നിത്യതയാണ്. അപ്പോൾ അത് എല്ലാ കാലത്തും ഒരുപോലെ ശോഭിക്കുന്നതാണ്. അതുകൊണ്ട് അത് പുരാണമെന്ന് അറിയപ്പെട്ടു. ഈ പുരാണങ്ങളിൽ മുഴുവൻ കഥകളാണ്. വേദത്തിൽ പല ദേവതകളെ നമ്മൾ കണ്ടപ്പോൾ നമുക്കുണ്ടായ ഭ്രമത്തെ നീക്കാനായിട്ട് ഏകമായ ഈശ്വരനിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുരാണ കഥകൾ രചിക്കപ്പെട്ടത്. അപ്പൊ അവിടെ ഈശ്വരന്റെ 3 ക്രിയകളെ പ്രത്യേകം എടുത്ത് കാണിച്ചു തരുന്നു വ്യാസൻ. ആ 3 ക്രിയകളിൽ 3 ഭാവങ്ങളെ അദ്ദേഹം കൽപ്പിക്കുന്നു. ഈ 3 ഭാവങ്ങളാണ് ത്രിമൂർത്തികൾ. അതായത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവൻ, പ്രപഞ്ചത്തെ പരിപാലിക്കുന്നവൻ, പ്രപഞ്ചത്തെ സംഹരിക്കുന്നവൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു, മഹാദേവൻ. ഇങ്ങനെ ത്രിമൂർത്തികളെ വ്യാസൻ അവതരിപ്പിച്ചു. മറ്റെല്ലാ ശക്തിവിശേഷങ്ങളെയും ഇവർക്ക് അധീനമായിട്ട് ചിത്രീകരിച്ചു. അത് കഴിഞ്ഞ് കഥകളിലൂടെ ഇവയിൽ ഏതെങ്കിലും ഒരു ഭാവത്തിന്റെ സൂക്ഷ്മവശത്തെ കാണിച്ചുകൊണ്ട് ഇവയുടെ മുഴുവൻ സാരമായിരിക്കുന്നത് ആ സൂക്ഷ്മ വസ്തുവാണെന്ന് ബോധിപ്പിച്ചു. അപ്പൊ ഈശ്വരൻ അദ്വിതീയനാണെന്ന് ക്രമേണ സാധാരണക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വ്യാസർക്ക് സാധിച്ചു. ആ ഒരു ത്രിമൂർത്തി സങ്കല്പത്തെയാണ് നമ്മൾ ഇവിടെ സ്തുതിക്കുന്നത്. അപ്പോൾ പുരാണത്തിൽ പറഞ്ഞിട്ടുള്ള അറിവിനെ ആധാരമാക്കി 3 രൂപത്തിലുള്ളതും ഒരേ ഈശ്വരനാണെന്നുള്ള ബോധമാണ് ഇവിടെ തെളിഞ്ഞു കാണപ്പെടുന്നത്. അപ്പോൾ ഈ സ്തോത്രത്തിൽ 4 ശ്ലോകങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിലും ത്രിമൂർത്തി ഭാവത്തിലുള്ള ഏക ഈശ്വരന് നമസ്കാരം അർപ്പിക്കുകയാണ്. 4ാമത്തെ ശ്ലോകത്തിൽ 3 പേർക്കും ഒരുമിച്ച് നമസ്കാരം അർപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ ലോകത്തിൽ പലതും ഉണ്ടാവുന്നതായിട്ടും നിലനിൽക്കുന്നതായിട്ടും ഇല്ലാതെയാകുന്നതായിട്ടും കാണുന്നു. ആ 3നെയും പ്രവർത്തിപ്പിക്കുന്ന 3 ശക്തികളെ നമുക്ക് വ്യാസർ അവതരിപ്പിക്കുന്നു.
ആ മൂന്ന് ശക്തികളിലൂടെ അവയുടെ സാരമായ ഏകവും അദ്വിതീയവുമായ പൊരുളിനെ നമ്മൾ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. ഇതിനു വേണ്ടിയാണ് ത്രിമൂർത്തി ഭാവം ശോഭിക്കുന്നത്. അപ്പൊ ആ ഒരു ലക്ഷ്യത്തോടു കൂടി അദ്വൈത ബോധത്തിലേക്ക് നയിക്കാൻ വേണ്ടി രചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൃതിയാണ്. വളരെ സുന്ദരമായ ശ്രേഷ്ഠമായ കൃതിയാണ്. അപ്പൊ നമുക്ക് ഈ സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം. അതിലെ ഓരോ ശ്ലോകവും ചൊല്ലി അതിൻ്റെ അർത്ഥത്തെ ചെറുതായിട്ടൊന്ന് ധ്യാനിക്കാൻ ശ്രമിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. അഥ ത്രിമൂർത്തിസ്തുതി. നമസ്ത്രിമൂർത്തയേ തുഭ്യം പ്രാക് സൃഷ്ടേ കേവലാത്മനെ ഗുണത്രയ വിഭാഗായ പശ്ചാത് ഭേദമുപേയുഷേ. ഇതാണ് ആദ്യത്തെ ശ്ലോകം. ഇവിടെ പറയുന്നു നമഃ തുഭ്യം, നിനക്ക് നമസ്കാരം. ഏകവചനമാണ്. നീ ഒരുവൻ മാത്രമേ ഉള്ളൂ. ആ നിനക്ക് നമസ്കാരം. എന്നാൽ നിന്നെ ഞാൻ ഇവിടെ അറിയുന്നത് മൂന്ന് ഭാവത്തിലാണ്. അതുകൊണ്ട് ത്രിമൂർത്തയേ, മൂന്ന് മൂർത്തിയായി ശോഭിക്കുന്ന നിനക്ക് നമസ്കാരം. മൂർത്തി എന്ന് പറഞ്ഞാൽ ദേഹം. മൂന്ന് ദേഹത്തെ സ്വീകരിച്ച് മൂന്ന് ഭാവത്തിൽ ശോഭിക്കുന്നവനാണ് നീ. സ്രഷ്ടാവായ ബ്രഹ്മാവായും സ്ഥിതികാരകനായ മഹാവിഷ്ണുവായും സംഹാരകനായ മഹാദേവനായും നീ ശോഭിക്കുന്നു. എന്നാൽ നീ ഒരുവനാണെന്നും ഞാൻ അറിയുന്നു. ആ നിനക്ക് നമസ്കാരം. ഇപ്പോൾ മൂന്ന് ഭാവത്തിൽ കാണപ്പെടുന്നത് കൊണ്ട് ത്രിമൂർത്തി എന്ന് വിളിച്ചു. എന്നാൽ ഇതിനു മുമ്പ് നീ ഒരുവനായിരുന്നു. അത് അഭിവ്യക്തമാക്കാനായി പ്രാക് സൃഷ്ടേ കേവലാത്മനെ. സൃഷ്ടേ പ്രാക്, സൃഷ്ടിക്ക് മുമ്പ്, സൃഷ്ടി ആരംഭിക്കുന്നതിന് മുമ്പ് നീ കേവലാത്മാവായിരുന്നു. അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. കേവലം എന്ന് പറഞ്ഞാൽ താൻ മാത്രമുള്ള ഭാവം, തന്നിൽ നിന്ന് അന്യമായി ഒന്നുമില്ലാത്ത അദ്വിതീയമായ ഭാവമാണ് കേവലാത്മഭാവം. ആ ഭാവത്തിലായിരുന്നു നീ ആദ്യമുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ തലത്തിലുള്ള കാഴ്ചപ്പാടാണ്. വാസ്തവത്തിൽ ആ പൊരുളിന് ആദി എന്നോ ഒടുക്കമെന്നോ ഇല്ല. എപ്പോഴുമുള്ള നിത്യവസ്തുവാണ്. എന്നാൽ ഇവിടെ സൃഷ്ടിയുടെ ഭാഗമായി നിൽക്കുന്ന നമുക്ക് സൃഷ്ടിക്കൊരു ആരംഭമുണ്ട്. അതിനു മുമ്പ് നീ ഏകനായിരുന്നു. ഇപ്പോൾ നീ മൂന്ന് ഭാവത്തിൽ കാണപ്പെടുന്നു. അപ്പോൾ ഏകനായ നിനക്ക് നമസ്കാരം, മൂന്ന് ഭാവത്തിൽ കാണപ്പെടുന്ന നിനക്ക് നമസ്കാരം. ഇനിയൊരു ചോദ്യം വരും, ഏകനായ നീ എന്തുകൊണ്ടാണ് മൂന്ന് ഭാവത്തിൽ ശോഭിക്കുന്നത്? അതിനുള്ള മറുപടിയാണ് തുടർന്ന് പറയുന്നത്. ഗുണത്രയ വിഭാഗായ പശ്ചാത് ഭേദം ഉപേയുഷേ. ഗുണത്രയ വിഭാഗത്തിനു വേണ്ടി പിന്നീട് നീ മൂന്ന് രൂപങ്ങളെ, മൂന്ന് ഭേദങ്ങളെ സ്വീകരിച്ചു, ഭേദത്തെ സ്വീകരിച്ചു. അങ്ങനെ ഇരിക്കുന്ന നിനക്ക് നമസ്കാരം. സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളത് ഏകവും അദ്വിതീയവുമായ പൊരുളാണ്. അതിനെ നമുക്കൊരു സമുദ്രമായിട്ട് സങ്കല്പിക്കാം. ഇത് വെറും സങ്കല്പമാണ്, കാര്യം ഗ്രഹിക്കാൻ വേണ്ടിയുള്ള സങ്കല്പമാണ്, യാഥാർത്ഥ്യമാണെന്ന് ധരിക്കരുത്. അപ്പോൾ ഒരു സമുദ്രമായിട്ട് സങ്കല്പിച്ചാൽ ആ സമുദ്രം ശാന്തമാണ്, അത് ഇളകാതെ ഇരിക്കുന്നതാണ്. എന്നാൽ അതിലൊരു ഇളക്കം സംഭവിച്ചാൽ തിര ആവിർഭവിക്കുന്നു. ഈ തിരയുടെ പ്രൊജക്ഷൻ, ഈ ആവിർഭാവത്തിനെ ഒരു ഗുണമായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ആ ഗുണമാണ് രജോ ഗുണം. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെട്ട തിര കുറച്ചു നേരം നിലനിൽക്കുന്നു, അതിങ്ങനെ ഗമിക്കുന്നു. അപ്പൊ അതിന്റെ ആ ആകൃതി നിലനിൽക്കുന്നു. ഈ നിലനിൽപ്പിനെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇതിന്റെ ഗുണത്തെ നമ്മൾ സത്വം എന്ന് വിളിക്കുന്നു. ക്രമേണ ആ തിര ആ കടലിൽ തന്നെ ലയിക്കുന്നു. ഈ ലയിക്കുന്ന ഗുണത്തെ നമ്മൾ തമസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം, ഇങ്ങനെ മൂന്ന് ഗുണങ്ങളുണ്ട്. ഈ മൂന്ന് ഗുണങ്ങളും ഉണ്ടെങ്കിലേ ലോകമുള്ളൂ. സൃഷ്ടി സ്ഥിതി സംഹാരം ഇതില്ലെങ്കിൽ ഇവിടെ അദ്വിതീയമായ ബോധം മാത്രമേ ഉള്ളൂ. ഇതുള്ളപ്പോഴാണ് ലോകമുള്ളത്. കാണപ്പെടുന്നത് എന്നർത്ഥത്തിലാണ് ലോകപദം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ ഈ ഭേദം ഇവിടെ ഉള്ളത് ഈ മൂന്ന് ഗുണങ്ങളും ഉള്ളതാണ്. അപ്പൊ ഈ മൂന്ന് ഗുണങ്ങളുടെയും ഭേദമുണ്ടാവാനായിട്ട് അങ്ങ് ഭേദത്തെ സ്വീകരിച്ചു. അങ്ങനെ ഭേദത്തെ സ്വീകരിച്ച് ബ്രഹ്മാവും വിഷ്ണുവും മഹാദേവനുമായിട്ട് ശോഭിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം. അപ്പൊ പണ്ട് പ്രാക് സൃഷ്ടി കേവലാത്മാവായിരുന്നു. പശ്ചാത് പിന്നീട് ഭേദം ഉപേയുഷേ, ഭേദഭാവത്തെ സ്വീകരിച്ചിരിക്കുന്നവനാണ് അങ്ങ്. എന്തിനു വേണ്ടിയാണ്? ഗുണത്രയ വിഭാഗായ. അപ്പോൾ ലോകം നിലനിൽക്കാൻ വേണ്ടി മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ച് മൂന്ന് മൂർത്തിയായിട്ട് ശോഭിക്കുന്നവനാണ്. എന്നാൽ എല്ലാ കാലത്തും ഏകവും അദ്വിതീയനുമാണ്. അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. നമസ്ത്രിമൂർത്തയേ തുഭ്യം പ്രാക് സൃഷ്ടേ കേവലാത്മനെ ഗുണത്രയ വിഭാഗായ പശ്ചാത് ഭേദം ഉപേയുഷേ. തുടർന്ന് രണ്ടാമത്തെ ശ്ലോകമാണ്. നമോ വിശ്വസൃജേ പൂർവം വിശ്വം തദനു ബിഭ്രതേ അഥ വിശ്വസ്യ സംഹർത്രേ തുഭ്യം ത്രേധാസ്ഥിതാത്മനേ. ഒന്നുകൂടി വിസ്തരിക്കുകയാണ് നേരത്തെ പറഞ്ഞ കാര്യത്തെ.
നമോ വിശ്വസൃജേ പൂർവം. ആദ്യം വിശ്വത്തെ സൃഷ്ടിക്കുന്നവനായിരിക്കുന്ന നിനക്ക് നമസ്കാരം. പൂർവം എന്നാൽ തുടക്കത്തിൽ, ആദിയിൽ. അപ്പൊ ആദിയിൽ നീ വിശ്വത്തെ സൃഷ്ടിക്കുന്നു, അതായത് രജോ ഗുണത്തെ സ്വീകരിച്ച് ലോകത്തെ പ്രൊജക്റ്റ് ചെയ്യുക എന്ന പ്രവൃത്തിയെ നീ ചെയ്യുന്നു. അതായത് നീ ബ്രഹ്മാവായിട്ട് ശോഭിക്കുന്നു. അങ്ങനെ ശോഭിക്കുന്ന നിനക്ക് നമസ്കാരം. അപ്പൊ അങ്ങനെ വിശ്വം പ്രൊജക്റ്റ് ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞ് വിശ്വം തദനു ബിഭ്രതേ. തദനു എന്ന് പറഞ്ഞാൽ അതിനുശേഷം. അപ്പോൾ ആദ്യം വിശ്വത്തെ സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് ആ സൃഷ്ടിക്കപ്പെട്ട വിശ്വത്തെ നീ ഭരിക്കുന്നു, അതിനെ പാലിക്കുന്നു. അവിടെ ഒരു ധർമ്മവ്യവസ്ഥയുണ്ടാക്കി ആ രചിക്കപ്പെട്ടതിനെ പരമാവധി നിലനിർത്താൻ നീ ശ്രമിക്കുന്നു. ആ ഭരണം ചെയ്യുന്നവനായ നിനക്ക് നമസ്കാരം. വിശ്വത്തെ ഭരിക്കുന്നവനായ മഹാവിഷ്ണു ഭാവത്തിൽ ഇരിക്കുന്ന നിനക്ക് നമസ്കാരം. അപ്പൊ ആദ്യം സ്രഷ്ടാവായ ബ്രഹ്മാവായി ശോഭിച്ചു, ആ നിനക്ക് നമസ്കാരം. പിന്നീട് സ്ഥിതികാരകനായ വിഷ്ണുവായി ശോഭിച്ചു, ആ നിനക്കും നമസ്കാരം. അഥ വിശ്വസ്യ സംഹർത്രേ തുഭ്യം നമഃ. പിന്നീട് വിശ്വത്തിന്റെ സംഹർത്താവായിരിക്കുന്ന, സംഹാരകനായിരിക്കുന്ന നിനക്ക് നമസ്കാരം. ഇങ്ങനെ നിലനിൽക്കുന്ന വിശ്വം അതിന്റെ ധർമ്മം തെറ്റാൻ തുടങ്ങുമ്പോൾ ക്രമേണ അതിന്റെ ഉറവിടത്തിലേക്ക് അതിനെ ലയിക്കുന്ന, ആ തമോ ഗുണവൃത്തിയെ സ്വീകരിക്കുന്ന മഹാദേവ ഭാവത്തിൽ ഇരിക്കുന്ന നിനക്ക് നമസ്കാരം. അപ്പൊ 3 ഭാവത്തിലും നീ തന്നെയാണ് എന്നിവിടെ ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. അതിനാണ് ത്രേധാ സ്ഥിതാത്മനെ. ഇങ്ങനെ 3 വിധത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് നീ. അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. നീ കേവലാത്മാവാണ്. എല്ലാ കാലത്തും നീ അദ്വിതീയൻ തന്നെയാണ്. എന്നാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന ഭാവത്തിൽ നിൽക്കുന്ന ഞാൻ സൃഷ്ടിയുടെ ഭാഗമായി നോക്കുമ്പോൾ നീ സ്രഷ്ടാവായും സ്ഥിതികാരകനായും സംഹാരകനായും കാണപ്പെടുന്നു. അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി കാണപ്പെടുന്നു, ത്രിമൂർത്തികളായി കാണപ്പെടുന്നു. ഇങ്ങനെ 3 പ്രകാരത്തിൽ നിലനിൽക്കുന്ന നിനക്ക് നമസ്കാരം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. നമോ വിശ്വസൃജേ പൂർവം വിശ്വം തദനു ബിഭ്രതേ അഥ വിശ്വസ്യ സംഹർത്രേ തുഭ്യം ത്രേധാ സ്ഥിതാത്മനെ. തുടർന്ന് 3-ാമത്തെ ശ്ലോകമാണ്. രജോജുഷേ ജന്മനി സത്വവൃത്തയേ സ്ഥിതൗ പ്രജാനാം പ്രളയേ തമസ്പൃശേ അജായ സർഗസ്ഥിതിനാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മനെ നമഃ. രജോജുഷേ, രജോ ഗുണത്തെ സ്വീകരിച്ചിരിക്കുന്ന ജന്മനി, അതായത് ജനനത്തിനു വേണ്ടി, സൃഷ്ടിക്ക് വേണ്ടി രജോ ഗുണത്തെ സ്വീകരിച്ചിരിക്കുന്ന നിനക്ക് നമസ്കാരം. രജോ ഗുണമാണ് ലോകത്തെ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മൾ ഗ്രഹിച്ചു. പ്രൊജക്റ്റ് ചെയ്യുന്ന ശക്തിയാണത്. അപ്പൊ അങ്ങനെ ആ ഒരു ഗുണത്തെ സ്വീകരിച്ച് സൃഷ്ടിയുടെ പ്രൊജക്ഷന് കാരണമായിരിക്കുന്ന നിനക്ക് നമസ്കാരം. അതായത് സ്രഷ്ടാവായ നിനക്ക് നമസ്കാരം. സത്വവൃത്തയെ സ്ഥിതൗ പ്രജാനാം തുഭ്യം നമ. അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. സത്വത്തെ സ്വീകരിച്ചുകൊണ്ട്, സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് പ്രജകളുടെ സ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നിനക്ക് നമസ്കാരം. പ്രജകൾ എന്ന ശബ്ദം കൊണ്ട് പ്രകർഷേന ജനിച്ചത് എന്നാണ് അർത്ഥം. നന്നായി ജനിച്ചത്. ഇവിടെ ഉള്ളതെല്ലാം പ്രജകളാണ്. ആ പ്രജകളെ ആവിർഭവിപ്പിക്കാൻ നീ രജോ ഗുണത്തെ സ്വീകരിച്ചു, ആ നിനക്ക് നമസ്കാരം. അപ്പൊ അവരുടെ ജന്മത്തിന് നീ കാരണമായി. അങ്ങനെ ജനിച്ചവർ പ്രജകളായി. ആ പ്രജകളുടെ സ്ഥിതിക്ക് വേണ്ടി സത്വഗുണത്തെ നീ സ്വീകരിച്ചു, ആ നിനക്ക് നമസ്കാരം. അത് കഴിഞ്ഞ് പ്രജാനാം പ്രളയേ തമസ്പൃശേ, തമോ ഗുണത്തെ നീ പിന്നീട് സ്വീകരിച്ചു. എന്തിനു വേണ്ടി? ഇങ്ങനെ ജനിച്ചിട്ടുള്ള പ്രജകളുടെ പ്രളയത്തിനു വേണ്ടി. നല്ല രീതിയിലുള്ള ലയമാണ് പ്രളയം. അതായത് എവിടെ നിന്ന് ഉദ്ഭവിച്ചുവോ അവിടെ തന്നെ തിരിച്ചെത്തിക്കുന്ന അവസ്ഥ. അപ്പോൾ ഒരു തിരമാല തിരിച്ച് കടലിൽ ലയിക്കുന്ന പോലെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട പ്രജകൾ മുഴുവൻ ആ പരബ്രഹ്മത്തിൽ തന്നെ, നിന്നിൽ തന്നെ ലയിക്കുന്നു. ആ ക്രിയ ചെയ്യാനായിട്ട് തമോ ഗുണത്തെ നീ സ്വീകരിച്ചിരിക്കുന്നു, ആ നിനക്ക് നമസ്കാരം. ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു എന്നെടുത്ത് പറയാനുള്ള കാരണം വാസ്തവത്തിൽ ഈ 3 ഗുണങ്ങളും നിന്നെ സ്പർശിക്കുന്നില്ല. നീ നിർഗുണമായ പരബ്രഹ്മമാണ്. എന്നാൽ 3 ഗുണങ്ങളെയും സ്വയം സ്വീകരിച്ച് നീ വിഹരിക്കുകയാണ്. അപ്പൊ നിന്റെ ക്രീഡയാണ് ഈ പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് സ്വീകരിച്ചു എന്നർത്ഥം, അതിനോട് ചേർന്നു എന്നർത്ഥം പറയുന്നത്. വാസ്തവത്തിൽ നീ നിസ്സംഗൻ തന്നെയാണ്. അജായ, നീ അജനാണ്, ജനിക്കാത്തവനാണ്. ഇവിടെ പ്രജാശബ്ദം കൊണ്ട് പ്രപഞ്ചത്തെ മുഴുവൻ സൂചിപ്പിച്ചു. എന്നാൽ ഈ പ്രപഞ്ചത്തെ ജനിപ്പിക്കുന്ന, പരിപാലിക്കുന്ന, സംഹരിക്കുന്ന നീ അജനാണ്. നീ ഒരു കാലത്തും ജനിച്ചിട്ടില്ല. ദേശവും കാലവും പരിമിതമാക്കുന്നതാണ് പ്രപഞ്ചം. അപ്പൊ ഇവിടെ ഒരു തുടക്കവും ഒരു ഒടുക്കവും ഉണ്ടാവും. എന്നാൽ നീ ദേശകാലാതീതനാണ്. അതായത് നിനക്ക് തുടക്കവുമില്ല ഒടുക്കവുമില്ല. അതുകൊണ്ട് നീ അജനാണ്. ആ അജനായ നിനക്ക് നമസ്കാരം. സർഗസ്ഥിതി നാശഹേതവേ,
ത്രയീമയായ ത്രിഗുണാത്മനെ നമഃ. സർഗം, സ്ഥിതി, നാശം, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, ഇത് മൂന്നും ഹേതവേ, ഇതിന് ഹേതുവായിരിക്കുന്ന ത്രയീമയായ, മൂന്ന് ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്ന ത്രിഗുണാത്മനെ, അതിന് കാരണമായ മൂന്ന് ഗുണങ്ങളായി ആവിർഭവിച്ചിരിക്കുന്ന നിനക്ക് നമഃ, നമസ്കാരം ഭവിക്കട്ടെ. അപ്പൊ നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചു. ആ മൂന്ന് ഗുണങ്ങളിലൂടെയും മൂന്ന് ഭാവങ്ങളായി ശോഭിച്ചു. ആ മൂന്ന് ഭാവങ്ങളിലൂടെ നീ സൃഷ്ടിക്കുകയും നിലനിർത്തുകയും സംഹരിക്കുകയും ചെയ്തു. എന്നാൽ നീ ഒരു കാലത്തും ജനിക്കാത്തവനാണ്. അങ്ങനെയുള്ള നിനക്ക് നമസ്കാരം. ഇതായിരുന്നു മൂന്നാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. രജോജുഷേ ജന്മനി സത്വവൃത്തയെ സ്ഥിതൗ പ്രജാനാം പ്രളയേ തമസ്പൃശേ അജായ സർഗ സ്ഥിതിനാശഹേതവേ ത്രയീമയായ ത്രിഗുണാത്മനെ നമഃ. ഇനി നാലാമത്തെ ശ്ലോകമാണ്. ശ്യാമശ്വേതാരുണാംഗ ജലധരണിധരോത്ഫുല്ല പങ്കേരുഹസ്ത സോമാസാവിത്രുപേത രഥചരണ പിനാകോഗ്രഹുങ്കാര ശസ്ത്ര ദേവാ ദ്വിത്രഷ്ടനേത്ര ജഗദവന സമുച്ഛേദനോത്പത്തി ദീക്ഷ പ്രീതാവഃ പാന്തു നിത്യം ഹരിഹര വിധയസ്താർക്ഷ്യ ഗോഹംസപത്ര. ഇവിടെ മൂന്ന് ഭാവങ്ങളെയും വ്യക്തമാക്കി അവർക്ക് നമസ്കാരം അർപ്പിക്കുകയാണ്. ഈശ്വരൻ ഒരുവനാണ്. മൂന്ന് ഗുണങ്ങളെ സ്വീകരിച്ചു. മൂന്ന് രൂപങ്ങളിൽ, മൂന്ന് മൂർത്തികളായിട്ട് ആവിർഭവിച്ചു. ആ മൂന്ന് മൂർത്തികളെയും ഒന്ന് വർണ്ണിക്കുകയാണ്. നമുക്ക് ധ്യാനിക്കാൻ വേണ്ടി മൂന്ന് രൂപങ്ങളെ വർണ്ണിക്കുകയാണ്. ആ മൂന്ന് രൂപങ്ങൾക്കും നമസ്കാരം അർപ്പിക്കുകയാണ്. ഇങ്ങനെ നമസ്കരിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കണം, ഉള്ളത് ഒരേ ഒരു ഈശ്വരനാണ്. ആദ്യമായി പറയുന്നു, ശ്യാമ ശ്വേത അരുണ അംഗ. അങ്ങയുടെ ദേഹം മൂന്ന് നിറത്തിലാണ് കാണപ്പെടുന്നത്. അതായത് ഇവിടെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്ന് പറഞ്ഞു. ഇവിടെ ആദ്യം പറയുന്നത് വിഷ്ണുവാണ്. അപ്പോൾ വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്ന മൂന്ന് ഭാവത്തിൽ നീ മൂന്ന് നിറങ്ങളെ സ്വീകരിച്ചു. വിഷ്ണുവിൻ്റെ ദേഹം ശ്യാമ നിറത്തോടു കൂടിയതാണ്. ശ്യാമം എന്നാൽ ഇരുണ്ട നിറം, കറുത്ത നിറം. ആ ദേഹത്തോടു കൂടി, അപ്പൊ ശ്യാമ അംഗ, ശ്യാമമായ ദേഹത്തോടു കൂടിയവൻ. ശ്വേതം, അതായത് വെളുത്ത ദേഹം, അത് മഹാദേവന്റെ ദേഹമാണ്. അദ്ദേഹം വെളുത്തിട്ടാണ്, മഞ്ഞു പോലെ വെളുത്തിരിക്കുന്നവനാണ്. ആ ഭാവത്തെ നീ സ്വീകരിച്ചു. അരുണം, അരുണം എന്നാൽ ചുവന്ന നിറം. ആ ദേഹത്തെ ബ്രഹ്മാവ് സ്വീകരിച്ചു. അപ്പൊ നീ മൂന്ന് ഭാവത്തിൽ ശോഭിക്കുന്നു. അതിലൊരു ഭാവം മഹാവിഷ്ണുവിന്റെ ഭാവമാണ്. അപ്പൊ ഇവിടെ മഹാവിഷ്ണു, മഹാദേവൻ, ബ്രഹ്മാവ് എന്ന ക്രമത്തിലാണ് എല്ലാ വിശേഷണങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഓർഡർ ഓർക്കണം. അപ്പോൾ മഹാവിഷ്ണുവായിട്ട് ശ്യാമ നിറത്തോടുകൂടി നീ ശോഭിക്കുന്നു. മഹാദേവനായിട്ട് ശ്വേതവർണ്ണത്തോടുകൂടി നീ ശോഭിക്കുന്നു. അതുപോലെ ബ്രഹ്മാവായിട്ട് അരുണവർണ്ണത്തിൽ നീ ശോഭിക്കുന്നു. അപ്പൊ മൂന്ന് ദേഹങ്ങളാണ്. മൂന്ന് ദേഹത്തിന്റെയും നിറത്തെ പറഞ്ഞു. ഇത് ധ്യാനിക്കാൻ വേണ്ടിയാണ്. മൂന്ന് ഭാവത്തിൽ ധ്യാനിച്ചുകൊണ്ട് രൂപവും നാമവും ഇല്ലാത്ത പൊരുളിനെ അറിയാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ശ്യാമ ശ്വേതാരുണാംഗ. അത് കഴിഞ്ഞ് ജലധരണി ധരോത്ഫുല്ല പങ്കേരു ഹസ്ത. മൂന്ന് രൂപങ്ങളെ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. ഈ മൂന്ന് രൂപങ്ങളും മൂന്ന് സ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. ആ സ്ഥാനങ്ങളെ എടുത്തു പറയുകയാണ്. ജലത്തിലാണ് ശ്യാമവർണ്ണത്തോടു കൂടിയ മഹാവിഷ്ണു ശയിക്കുന്നത്. അദ്ദേഹത്തിന് നാരായണൻ എന്ന പേര് കിട്ടാനുള്ള കാരണം ജലത്തിൽ ശയിക്കുന്നത് കൊണ്ടാണ്. നാരം എന്ന പദത്തിന് ജലം എന്ന അർത്ഥമുണ്ട്. അപ്പോൾ നാരത്തിൽ ശയിക്കുന്നത് കൊണ്ട് അദ്ദേഹം നാരായണനാണ്. അപ്പൊ അതുകൊണ്ട് ജലത്തിലാണ് അങ്ങയുടെ സ്ഥിതി. അത് കഴിഞ്ഞ് പറയുന്നു, ഇവിടെ സ്ഥ എന്ന പദം അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. അപ്പൊ ജലത്തിൽ ജലസ്ഥനാണ് അങ്ങ്, ജലത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ്. അത് കഴിഞ്ഞ് ധരണിധര. ധരണിധരൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് മഹാദേവൻ. മഹാവിഷ്ണു വൈകുണ്ഠത്തിലാണ്, പാലാഴിയിലാണ്. അദ്ദേഹം ജലത്തിലാണ് കിടക്കുന്നത്. കാരണജലത്തിൽ കിടക്കുന്നവനാണെന്ന് പറയും. അതുകൊണ്ട് ജലത്തിൽ കിടക്കുന്നു. മഹാദേവൻ കൈലാസ പർവ്വതത്തിൽ ആണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ധരണീധരത്തിലാണ് അങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വെളുത്ത ദേഹത്തോടുകൂടി വെളുവെളുത്തിരിക്കുന്ന പർവ്വതത്തിൽ അങ്ങ് ശോഭിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, ഉത്ഫുല്ല പങ്കേരു ഹസ്ത. ഉത്ഫുല്ലം നന്നായി വിരിഞ്ഞിരിക്കുന്ന, പങ്കേരുഹം താമര. താമരയിൽ സ്ഥിതി ചെയ്യുന്നു മൂന്നാമത്തവൻ, അതായത് ബ്രഹ്മാവായിട്ട്. അരുണ നിറത്ത ദേഹത്തോടുകൂടി താമരയിലാണ് അദ്ദേഹം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്യാമദേഹത്തോടുകൂടി വിഷ്ണു ജലത്തിൽ വസിക്കുന്നു. ശ്വേതദേഹത്തോടുകൂടി മഹാദേവൻ പർവ്വതത്തിൽ വസിക്കുന്നു. അരുണദേഹത്തോടുകൂടി ബ്രഹ്മാവ് താമരയിൽ വസിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന നിനക്ക് നമസ്കാരം. അത് കഴിഞ്ഞ് സോമാസാ വിത്രുപേത. സാ
ഉമാ സാവിത്രി ഉപേത. ഈ 3 ഭാവത്തെ സ്വീകരിച്ചിരിക്കുന്ന നിനക്ക് 3 ശക്തികൾ ഉണ്ട്, നിനക്ക് 3 പത്നികളുണ്ട്, ഓരോരുത്തർക്കും ഓരോ പത്നി. ഈ പത്നി എന്ന് പറയുന്നത് അവരുടെ ശക്തിയെ സൂചിപ്പിക്കുകയാണ്. അവരുടെ ശക്തിക്ക് ഒരു രൂപം കൊടുത്താണ് പത്നിഭാവം കൽപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആദ്യം പറയുന്നത് സാ എന്നാണ്. സാ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ഭഗവതിയാണ്. അപ്പോൾ മഹാവിഷ്ണു ശ്യാമ നിറത്തോടുകൂടി ജലത്തിൽ വസിക്കുന്നു. അവിടെ അങ്ങയോടൊപ്പം ലക്ഷ്മി ദേവിയുണ്ട്. വിഷ്ണുവിന്റെ ഐശ്വര്യമാണ് ലക്ഷ്മി. അപ്പോൾ സ്ഥിതി ചെയ്യാനുള്ള വിഷ്ണുവിന്റെ ശക്തിയെ നമുക്ക് ലക്ഷ്മി ആയിട്ട് പറയാം. അതാണ് സ. അത് കഴിഞ്ഞ് ഉമ. ഉമ എന്നാൽ പാർവതി. അപ്പോൾ വെളുത്ത ദേഹത്തോടുകൂടി പർവ്വതത്തിൽ വസിക്കുന്ന മഹാദേവന്റെ ഒപ്പം പാർവതി എന്ന ശക്തി, ഉമ എന്ന ശക്തി ഇരിക്കുന്നു. സംഹരിക്കാനുള്ള ശക്തിയാണ് അവിടെ ഉമ എന്ന പദത്തിൽ സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് സാവിത്രി. സാവിത്രി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ സരസ്വതി, അറിവിന്റെ വാഗ്ദേവതയാണ്. കാരണം അറിവിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അറിവിന്റെ ദേവതയായ സാവിത്രി ബ്രഹ്മാവിന്റെ പത്നിയായത്. അപ്പോൾ അരുണ നിറത്തോടു കൂടിയ ബ്രഹ്മാവ് താമരയിൽ ഇരിക്കുന്നു, അദ്ദേഹത്തോടൊപ്പം സാവിത്രി ദേവിയും ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ സർഗശേഷിയായിരിക്കുന്ന സാവിത്രി. അപ്പൊ സൃഷ്ടിക്കാനുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ സരസ്വതി. അങ്ങനെ 3 ശക്തികളോട് കൂടിയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഇനി അവർക്കൊക്കെ ശസ്ത്രങ്ങളുണ്ട്. ഈ 3 ദേവതകൾക്കും ശസ്ത്രങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് എടുത്തു പറയുന്നു. രഥചരണ പിനാക ഉഗ്രഹുങ്കാര ശസ്ത്ര. 3 പേർക്കും 3 ശസ്ത്രങ്ങളാണ്. ശ്യാമ നിറത്തോടു കൂടിയ ജലത്തിൽ വസിക്കുന്ന ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിന് രഥചരണമാണ് ശസ്ത്രം. രഥചരണം എന്ന് പറഞ്ഞാൽ സുദർശന ചക്രം. സുദർശന ചക്രത്തെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുന്നു ശ്വേത നിറത്തോടു കൂടിയ പർവ്വതത്തിൽ വസിക്കുന്ന ഉമാസമേതനായ മഹാദേവന് പിനാകമാണ് ശസ്ത്രം. പിനാകത്തെയാണ് അദ്ദേഹം ധരിക്കുന്നത്. അത് കഴിഞ്ഞ് പറയുന്നു അരുണ നിറത്തോടുകൂടി താമരയിൽ സരസ്വതിയോടൊപ്പം ഇരിക്കുന്ന ബ്രഹ്മാവിന് ഉഗ്രഹുങ്കാരമാണ് ശസ്ത്രം. ഹും എന്ന ശബ്ദമാണ് ഹുങ്കാരം. അത് ഉഗ്രമായ ഒരു ബീജാക്ഷരമാണ്. ആ മന്ത്രത്തെ ഉച്ചരിച്ചുകൊണ്ട് തന്നെ ആൾക്കാരെ നിഗ്രഹിക്കാനുള്ള ശേഷി ബ്രഹ്മാവിനുണ്ട്. കാരണം മന്ത്രങ്ങളുടെ എല്ലാം ഉറവിടമായ സരസ്വതി അദ്ദേഹത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് മന്ത്രങ്ങളാണ് അദ്ദേഹം ആയുധമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ 3 പേർക്കും 3 ശസ്ത്രങ്ങൾ പറഞ്ഞു. ഒരാൾക്ക് സുദർശനം എന്ന ചക്രമാണ്, മറ്റാൾക്ക് പിനാകമാണ്, മൂന്നാമത്തെ ആൾക്ക് ഉഗ്രമായ ഹൂങ്കാരമാണ്. അത് കഴിഞ്ഞ് പറയുന്നു ദേവാ അവര് 3 പേരും ദേവന്മാരാണ്. ദേവന്മാരെന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവരാണ്. ഇവിടെ പ്രകാശിക്കുന്നവർ എന്ന് പറയുമ്പോൾ തെളിഞ്ഞ് കാണാൻ പറ്റുന്നവർ എന്ന അർത്ഥത്തിൽ എടുക്കണം. നമുക്ക് കാണാൻ പറ്റുന്ന 3 ക്രിയകളാണിത്. സൃഷ്ടി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, സ്ഥിതി കാണാൻ പറ്റുന്നുണ്ട്, സംഹാരം കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 3 ഗുണങ്ങളെയും നമ്മൾ ദർശിക്കുന്നു. ഈ 3 ഗുണങ്ങളിലൂടെയും ഈ 3 പേരെയും നമ്മൾ കാണുന്നു. അപ്പോൾ 3 ക്രിയകളിലൂടെ നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുന്നവരായതുകൊണ്ട് ദേവന്മാരാണ് ഈ 3 പേരും. ഇവർ ദ്വി ത്രി അഷ്ട നേത്ര. ദ്വി എന്നാൽ 2 കണ്ണുള്ളവനാണ് മഹാവിഷ്ണു. ത്രി എന്നാൽ 3 കണ്ണുള്ളവനാണ് മഹാദേവൻ. അഷ്ട എന്ന് പറഞ്ഞാൽ 8 കണ്ണുള്ളവനാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവിന് 4 മുഖങ്ങളുണ്ട്, ചതുർമുഖൻ എന്ന് പറയും. അദ്ദേഹം ആവിർഭവിച്ച സമയത്ത് 4 ഭാഗത്തേക്കും ഒരുമിച്ച് നോക്കിയപ്പോൾ 4 മുഖങ്ങൾ ഉണ്ടായി എന്ന് കഥ പറയും. ആ 4 മുഖങ്ങളിൽ ഓരോ മുഖത്തും 2 കണ്ണ്, അങ്ങനെ 8 കണ്ണുള്ളവനാണ് ബ്രഹ്മാവ്. അപ്പോൾ അങ്ങനത്തെ നേത്രങ്ങളോട് കൂടിയവൻ. അപ്പൊ മഹാവിഷ്ണുവിന് 2 കണ്ണ്, മഹാദേവന് 3 കണ്ണ്. ആ 3-ാം കണ്ണ് എന്ന് പറയുന്നത് അത് ഭ്രൂമധ്യത്തിലാണ്. അത് സൂക്ഷ്മമായ തത്വത്തെ സൂചിപ്പിക്കുന്ന കണ്ണുകളാണ്. അതുപോലെ 8 കണ്ണുള്ള ബ്രഹ്മാവ്. ഈ 3 പേർക്കും നമസ്കാരം ഭവിക്കട്ടെ. ജഗത് അവന സമുച്ഛേദന ഉത്പത്തി ദീക്ഷ. ജഗത് അവന, ജഗത്ത് എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജഗത്തിന്റെ അവനത്തിനു വേണ്ടി ദീക്ഷയുള്ളവൻ, അതിന് സമർത്ഥനായിരിക്കുന്നവനാണ് മഹാവിഷ്ണു. അത് കഴിഞ്ഞാൽ ആ ജഗത്തിന്റെ സമുച്ഛേദനത്തിൽ ദീക്ഷയുള്ളവനാണ് മഹാദേവൻ. അതായത് അതിന്റെ സംഹാരത്തിന് സമർത്ഥനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അതിന് നല്ല മിടുക്കുണ്ട്. ഉണ്ടാക്കിയതിനെ ഇല്ലാതെയാക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട്. ഉത്പത്തി ദീക്ഷ, അരുണാങ്കനായ ബ്രഹ്മാവ് ഉത്പത്തി, അതിന്റെ സൃഷ്ടിക്ക് വളരെയധികം സമർത്ഥനാണ്. അപ്പൊ സൃഷ്ടിക്കാൻ സമർത്ഥനാണ് ബ്രഹ്മാവ്, നിലനിർത്താൻ സമർത്ഥനാണ് മഹാവിഷ്ണു, സംഹരിക്കാൻ സമർത്ഥനാണ് മഹാദേവൻ. പ്രീത വഹ് പാന്തു നിത്യം. ഈ ദേവന്മാര് പ്രീതന്മാരായി, ഞാനിപ്പോൾ സ്തുതിച്ചതുകൊണ്ട് അവർ പ്രീതന്മാരായി സന്തോഷിച്ച്, വഹ അവർ, നിങ്ങൾ, പാന്തു ഞങ്ങളെ സംരക്ഷിക്കട്ടെ, എന്നെ സംരക്ഷിക്കുക. ഞാൻ നിങ്ങളെ
ഏകവസ്തുവാണെന്ന് മനസ്സിലാക്കി സ്തുതിച്ചു. ആ ഏകവസ്തുവായ നീ 3 ഭാവങ്ങളിൽ 3 ദേവങ്ങളായി ശോഭിക്കുന്നു. ആ ദേവതകളെ ഞാനിവിടെ നമസ്കരിക്കുന്നു. ആ ദേവതകൾ എൻ്റെ ഈ നമസ്കാരത്തെ, ഈ സ്തുതിയെ സ്വീകരിച്ച് പ്രസന്നരാവട്ടെ, അവരെന്നെ രക്ഷിക്കട്ടെ. 3 പേരും എനിക്ക് രക്ഷയെ നൽകട്ടെ. സൃഷ്ടിക്കുന്ന ബ്രഹ്മാവും സ്ഥിതികാരകനായ മഹാവിഷ്ണുവും സംഹാരകനായ മഹാദേവനും എന്നെ രക്ഷിക്കട്ടെ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. നിത്യം പാന്തു, എപ്പോഴും രക്ഷിക്കട്ടെ. കുറച്ചു നേരത്തേക്കുള്ള രക്ഷയല്ല, നിത്യമുള്ള രക്ഷയാണ് ചോദിക്കുന്നത്. ഇവിടെ നിത്യമായ രക്ഷ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് കിട്ടുന്ന രക്ഷ എന്നർത്ഥവും, സൂക്ഷ്മമായി നോക്കിയാൽ ഇതിനതീതമായ ബോധത്തിലേക്ക് ഉയരുക, അതാണല്ലോ ഏറ്റവും വലിയ രക്ഷ. അതുകൊണ്ടാണല്ലോ മന്ത്രം എന്ന് മന്ത്രങ്ങളെ വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഭാവത്തെ നൽകുക എന്നർത്ഥവും ഇവിടെ പാന്തു എന്ന ശബ്ദത്തിൽ നിന്നും ഗ്രഹിക്കാം. ഹരിഹര വിധയസ്താർക്ഷ്യ ഗോഹംസ പത്ര. 3 പേരുടെയും പേരെടുത്ത് പറയുകയാണ്. ഹരി, ഹരൻ, വിധി. ഹരി എന്നാൽ മഹാവിഷ്ണു, ഹരൻ എന്നാൽ മഹാദേവൻ, അതായത് പരമശിവൻ, വിധി എന്നാൽ ബ്രഹ്മാവ്. അപ്പോൾ അവരുടെ നിറങ്ങൾ പറഞ്ഞു, വസിക്കുന്ന സ്ഥലം പറഞ്ഞു, അവരുടെ ശക്തികളെ പറഞ്ഞു, അവരുടെ ആയുധങ്ങളെ പറഞ്ഞു, അവരുടെ കണ്ണുകളെ പറഞ്ഞു, അവരുടെ കഴിവുകളെ പറഞ്ഞു, ഇങ്ങനെയെല്ലാം പറഞ്ഞ് അവരുടെ പേരുകൾ പറയുകയാണ്. അതാണ് ഹരിഹര വിധി. ഹരിക്കുന്നവനായതുകൊണ്ട് ഹരി, എല്ലാവരുടെയും മനസ്സിനെ ഹരിക്കുന്ന സൗന്ദര്യമുള്ളത് കൊണ്ട് ഹരി എന്ന് പറയും. പാപങ്ങളെ ഹരിക്കുന്നവനായതുകൊണ്ടും ഹരിയാണ്. ലോകത്തെ മുഴുവൻ ഹരിക്കുന്നവനായതുകൊണ്ട് മഹാദേവന് ഹരൻ എന്ന പേര് കിട്ടി. ഇവിടെ ഉള്ളതിനെയെല്ലാം വിധിക്കുന്നവനായതുകൊണ്ട് വിധി എന്ന പേര് ബ്രഹ്മാവിന് കിട്ടി. ഇതിനെയെല്ലാം സൃഷ്ടിക്കുന്നവനായതുകൊണ്ട്. ഇപ്പൊ ഹരിഹര വിധി. ഇനി ഒരു കാര്യം കൂടി പറയുകയാണ്, അവരുടെ വാഹനങ്ങൾ പറയുകയാണ്. താർക്ഷ്യ ഗോ ഹംസ പത്ര. പത്ര എന്ന് പറഞ്ഞാൽ വാഹനം. അപ്പൊ 3 വാഹനങ്ങൾ 3 പേർക്കുമുണ്ട്. ആദ്യത്തെ ആൾക്ക് താർക്ഷ്യനാണ് വാഹനം. താർക്ഷ്യൻ എന്ന് പറഞ്ഞാൽ ഗരുഡൻ, അതായത് മഹാവിഷ്ണു ഗരുഡനെയാണ് വാഹനമാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ ആൾ മഹാദേവനാണ്, അദ്ദേഹത്തിന്റെ വാഹനം ഗോ ആണ്, അതായത് നന്ദികേശ്വരൻ. കാളയുടെ പുറത്ത് വൃഷഭവാഹനനാണ് അദ്ദേഹം. അപ്പൊ ആ വൃഷഭത്തെയാണ് ഇവിടെ ഗോ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ആള് ഹംസത്തെ, അരയന്നത്തെയാണ് വാഹനമാക്കിയിട്ടുള്ളത്. അപ്പോൾ 3 രൂപത്തിലുള്ള ദേവൻ ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞ് ആദ്യം 3 ശ്ലോകങ്ങളിൽ സ്തുതിച്ചു. ഇനി ആ 3 ഭാവങ്ങളെയും വ്യക്തമായി 3 രൂപങ്ങളായി അവതരിച്ച് ഇവിടെ നമസ്കരിച്ച് അവരുടെ പ്രീതിയെ അർത്ഥിച്ചു. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകൂടി നോക്കാം. വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ്, ഇവരാണ് 3 പേര്. അവരുടെ പേര് പറഞ്ഞു. ഹരി, ഹരൻ, വിധി. ഇവരുടെ നിറം ആദ്യം പറഞ്ഞു. വിഷ്ണു, ഹരി ശ്യാമ നിറത്തിലുള്ളവനാണ്, ഹരൻ ശ്വേത നിറത്തിലുള്ളവനാണ്, വിധി അരുണ നിറത്തിലുള്ളവനാണ്. ഇനി അവർ വസിക്കുന്ന സ്ഥലം, ഹരി ജലത്തിൽ വസിക്കുന്നു, ഹരൻ പർവ്വതത്തിൽ വസിക്കുന്നു, വിധി താമരയിൽ വസിക്കുന്നു. അത് കഴിഞ്ഞ് ഹരിയുടെ പത്നി ലക്ഷ്മിയാണ്, ഹരന്റെ പത്നി ഉമയാണ്, വിധിയുടെ പത്നി സാവിത്രി, അതായത് സരസ്വതിയാണ്. അത് കഴിഞ്ഞ് പറയുന്നു, ഹരി ചക്രത്തെ ധരിച്ചിരിക്കുന്നു, ഹരൻ പിനാകത്തെ ധരിച്ചിരിക്കുന്നു, വിധി ഹുംകാരത്തെ ധരിച്ചിരിക്കുന്നു, ഉഗ്രഹുംകാരത്തെ ധരിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നു, 3 പേരും ദേവന്മാരാണ്, അഭിവ്യക്തമാകുന്നവരാണ്, പ്രകാശിക്കുന്നവരാണ്. ഹരിക്ക് 2 കണ്ണുകളാണുള്ളത്, ഹരന് 3 കണ്ണുകളാണുള്ളത്, വിധിക്ക് 8 കണ്ണുകളാണ് ഉള്ളത്. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്ന 3 അവസ്ഥകളെയും ഒരേപോലെ കാണുന്നത് കൊണ്ടാണ് 3 കണ്ണുകൾ ശിവന് കൽപ്പിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് 3 കണ്ണുള്ളവനാണ്. പിന്നെ സംഹാരക അഗ്നിയെ തന്റെ 3ാം കണ്ണിൽ വെച്ചിട്ടുണ്ട് എന്ന പുരാണ ഭാവത്തിലും 3 കണ്ണുള്ളവനാണ്. പിന്നെ ബ്രഹ്മാവിന് 8 കണ്ണാണ്, കാരണം 4 മുഖങ്ങളുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നു, ഹരി ലോകത്തെ സംരക്ഷിക്കുന്നതിൽ സമർത്ഥനാണ്, ഹരൻ ലോകത്തെ സംഹരിക്കുന്നതിൽ സമർത്ഥനാണ്, വിധി ലോകത്തെ സൃഷ്ടിക്കുന്നതിൽ സമർത്ഥനാണ്. അങ്ങനെയുള്ള ഇവർ നിത്യം എന്നിൽ പ്രീതിയോടുകൂടി എന്നെ രക്ഷിക്കട്ടെ. അവരുടെ വാഹനങ്ങൾ കൂടി പറയുന്നു. ഹരിയുടെ വാഹനം ഗരുഡനാണ്, ഹരന്റെ വാഹനം വൃഷഭമാണ്, വിധിയുടെ വാഹനം ഹംസമാണ്. ഇങ്ങനത്തെ വാഹനത്തിൽ ഇരിക്കുന്ന അവർ എൻ്റെ അടുത്തു വന്ന് എനിക്ക് വേണ്ട രക്ഷയെ നൽകട്ടെ എപ്പോഴും എന്ന പ്രാർത്ഥനയാണ് 4ാമത്തെ ശ്ലോകത്തിലുള്ളത്. ശ്യാമശ്വേതാരുണാംഗ ജലധരണിധരോത്ഫുല്ലപങ്കേരുഹസ്ത സോമാസാ വിദ്രുപേത രഥചരണ പിനാകോ ഗ്രഹുംകാര ശസ്ത്ര ദേവാ ദ്വിത്രഷ്ടനേത്ര ജഗദവന സമുച്ഛേദനോത്പത്തി ദീക്ഷ പ്രീതാവഃ പാന്തു നിത്യം ഹരിഹര വിധയസ്താർക്ഷ്യ ഗോഹംസ പത്ര. ഇതായിരുന്നു 4ാമത്തെ ശ്ലോകം. ഇതി ത്രിമൂർത്തി സ്തുതി സമാപ്ത. ഇങ്ങനെ ത്രിമൂർത്തി സ്തുതി ഇവിടെ സമ്പൂർണമാകുന്നു. ഓം തത്സത്.
ഈശ്വരൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സ്വരൂപനാണ്. എൻ്റെയും എനിക്ക് ചുറ്റുമുള്ളതിൻ്റെയും മുഴുവൻ സാരമായിരിക്കുന്ന പൊരുളാണ്, നിത്യവസ്തുവാണ്. അതിനെ ഗ്രഹിക്കാനായിട്ട് ഞാൻ ഈ ലോകത്തിലൂടെ 3 ഭാവത്തിലൂടെ ഉപാസന നടത്തുകയാണ്. അതാണ് ത്രിമൂർത്തി സ്തുതി. പുരാണത്തിൽ പറയുന്ന രഹസ്യത്തിൻ്റെ ചാറ് മുഴുവൻ ഇവിടെ നമുക്ക് കിട്ടും. ഈ ഒരു ഭാവത്തോടു കൂടി വേണം പുരാണം പഠിക്കാനും. കാരണം പുരാണത്തിലെ കഥകളിൽ പല ദേവതകൾക്കും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വർണ്ണിക്കപ്പെടും. പക്ഷെ ആ ദേവതകളുടെ വർണ്ണന സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ പറയപ്പെടുന്നത് അദ്വിതീയമായ പൊരുൾ തന്നെയാണ്. അപ്പോൾ ശിവനെ സ്തുതിക്കുമ്പോൾ ശിവനാണ് ബ്രഹ്മം എന്ന് പറയും, ബ്രഹ്മാവിനെ സ്തുതിക്കുമ്പോൾ അദ്ദേഹമാണ് ബ്രഹ്മം എന്ന് പറയും, നാരായണനെ സ്തുതിക്കുമ്പോൾ അദ്ദേഹമാണ് ബ്രഹ്മം എന്ന് പറയും. വാസ്തവത്തിൽ സ്തുതിക്കപ്പെടുന്നത് ഒരേ പൊരുളാണ്. ഈ ഒരു രഹസ്യം വ്യക്തമാക്കാനാണ് വ്യാസർ പുരാണം രചിച്ചിട്ടുള്ളത്. പുരാണം പഠിക്കുന്നവർ ഈ ഒരു കാഴ്ചപ്പാടോടുകൂടി വേണം പുരാണം പഠിക്കാൻ. അപ്പോൾ ആ ഒരു ദർശനത്തെ പ്രദാനം ചെയ്യുന്ന നല്ല ഒരു സ്തോത്രമാണ് ഈ ത്രിമൂർത്തി സ്തുതി. എല്ലാവരും ഇതിൻ്റെ അർത്ഥത്തെ വിചിന്തനം ചെയ്യണം. ഇതിൽ പറയുന്ന പൊരുൾ ഗ്രഹിക്കാനായി ശ്രമിക്കണം. ആ സത്യത്തെ ദർശിക്കാനുള്ള അനുഗ്രഹം ആ ഭഗവാൻ, ആ ഏകവും അദ്വിതീയവുമായ പരമ്പൊരുൾ നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സ്തുതിയുടെ എളിയ വ്യാഖ്യാനം ആ ജഗദീശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ, ഹരി ഓം.